ഇനി നമ്മൾ ചെയ്യുന്നത് യൂണിറ്റ്സ് ആൻഡ് മെഷർമെന്റിലെ എററുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു ചോദ്യമാണ്. ഇൻ എൻ എക്സ്പെരിമെന്റ് എ സെറ്റ് ഓഫ് റീഡിംഗ് ആർ ഒബ്ടൈൻഡ് ആസ് -1.24, 1.25, 1.23 ആൻഡ് 1.21 മില്ലിമീറ്റർ. അങ്ങനെയാണെങ്കിൽ അവർ ഈ മെഷർ ചെയ്തിട്ടുള്ള ഈ ഡിവൈസിന്റെ ലീസ്റ്റ് കൗണ്ട് ഏതാന്നുള്ളതാണ്. ഒരു ഡിവൈസ് കൊണ്ട് മെഷർ ചെയ്യാൻ പറ്റിയ ഏറ്റവും ചെറിയ നമ്പറിനല്ലേ നമ്മൾ ലീസ്റ്റ് കൗണ്ട് എന്ന് പറയാം. അപ്പൊ 4 സെറ്റ് ഓഫ് റീഡിംഗ് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ ഡിവൈസിന്റെ ലീസ്റ്റ് കൗണ്ട്, ഇതിന് പ്രത്യേകിച്ച് ഇക്വേഷനോ കാര്യങ്ങളൊന്നുമില്ല, ജസ്റ്റ് നമുക്ക് നോക്കിയിട്ടേ പറയാവുന്നതേ ഉള്ളൂ. ഒരു കാര്യം ഉറപ്പാണ്, ഇതല്ല. കാരണം ഇതായിരുന്നു ലീസ്റ്റ് കൗണ്ട് എങ്കിൽ മിനിമം ഇത്രയും മെഷർമെന്റ് നമുക്ക് അത് വെച്ചെടുത്തൂടെ. എനിക്കത് ചെയ്യുമ്പോൾ 2 ഡെസിമലല്ലേ കിട്ടുന്നുള്ളൂ, മൂന്നാമത്തെ ഒരു ഡെസിമൽ ഇവിടെ വരുന്നില്ലല്ലോ. കാരണം ആ ഡിവൈസ് വെച്ചിട്ട് എനിക്ക് അത്ര വരെ മെഷർ ചെയ്യാൻ പറ്റുള്ളൂ. ആ ഡിവൈസ് വെച്ചിട്ട് എനിക്ക് അപ് ടു 2 ഡെസിമൽ വരെ മെഷർ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഒരു ഡിവൈസ് വെച്ച് മെഷർ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ചെറിയ നമ്പറിനല്ലേ നമ്മൾ ലീസ്റ്റ് കൗണ്ട് എന്ന് പറയാം. അപ്പോൾ അതുകൊണ്ട് ഉറപ്പായിട്ടും 2 ഡെസിമൽ വരെ മെഷർ ചെയ്യാൻ പറ്റുള്ളൂ. ഇതിന് 3 ഡെസിമൽ ഉണ്ട്, അതുകൊണ്ട് ഇത് തെറ്റാണ്. ഇതിൽ 2 ഡെസിമലേ ഉള്ളൂ, പിന്നെ ഇതിൽ ഒരെണ്ണമേ ഉള്ളൂ, ഞാൻ 2 വരെ മെഷർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതും തെറ്റാണ്. ഇതിലും 2 ഡെസിമൽ ഉണ്ട്, ഇതിലും 2 ഡെസിമൽ ഉണ്ട്. അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒന്നായിരിക്കും ആൻസർ വരുന്നുണ്ടാവുക. ഇനി അതിൽ ഡൗട്ട് ഉണ്ടെങ്കിൽ നമുക്ക് കറക്റ്റ് ആൻസർ ഏതാണ്? ഓപ്ഷൻ 1 ആണ്. അതിന്റെ കാരണം ഇപ്പോൾ ഇയാളുടെ ലീസ്റ്റ് കൗണ്ട് 0.05 എന്ന് പറയുമ്പോൾ ഏറ്റവും മിനിമം മെഷർ ചെയ്യാൻ പറ്റുന്നത് ആരാണ്? 0.01. അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അടുത്തത് ഏത് വരും എന്നറിയോ? 0.05 പ്ലസ് 0.05 ആരാണ്? 0.10 എന്ന് വരും. ഇത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് അടുത്തത് മെഷർ ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷെ ഇവിടെ നോക്ക്, എനിക്ക് ഇതിൽ 1.24 ഉണ്ട്, 1.25 ഉണ്ട്, 1.23 ഉണ്ട്, ഇപ്പോൾ നോക്കൂ 1.21 എന്ന് പറയുമ്പോൾ 0.01 വരെ നമുക്ക് ഇതിൽ മെഷർ ചെയ്യാം. ഇതിലിപ്പോൾ ഇതിന്റെ ലീസ്റ്റ് കൗണ്ട് 0.05 ആണെങ്കിൽ 5ന്റെ മൾട്ടിപ്പിൾ ആയിട്ടല്ലേ പറ്റുള്ളൂ. അപ്പോൾ ആദ്യം ഇവിടെ 5 വരും. അടുത്ത കേസിൽ എന്താ 5 കഴിഞ്ഞ് പിന്നെ അവിടെ 1 വരാം, പിന്നെ ഒരു 5 വരാം. 5ന്റെ മൾട്ടിപ്പിൾ ആയിട്ടല്ലേ പോകുള്ളൂ. ഞാൻ വേണമെങ്കിൽ ഒരു എക്സാമ്പിൾ പറയാം, നമുക്ക് പരിചയമുള്ള ഒരു എക്സാമ്പിൾ പറയാം. ഒരു വാച്ചിന്റെ ലീസ്റ്റ് കൗണ്ട് 5 സെക്കൻഡ് ആണെന്ന് വിചാരിക്കുക. ഏറ്റവും പരിചയമുള്ള ഒരു എക്സാമ്പിൾ പറയും. ഒരു വാച്ചിന്റെ ലീസ്റ്റ് കൗണ്ട് 5 സെക്കൻഡ്, അതായത് മിനിമം 5 സെക്കൻഡേ മെഷർ ചെയ്യാൻ പറ്റുള്ളൂ. 1 സെക്കൻഡ് ഒന്നും മെഷർ ചെയ്യാൻ പറ്റില്ല. അപ്പൊ ആ വാച്ച് കൊണ്ട് മെഷർ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ചെറുതാര 5. ഇനി അടുത്തത് ഏതയാൾ മെഷർ ചെയ്യാം? ഒരിക്കലും ഇയാൾക്ക് 6 മെഷർ ചെയ്യാൻ പറ്റൂല, 7 മെഷർ ചെയ്യാൻ പറ്റൂല. അടുത്തത് 10 മെഷർ ചെയ്യാൻ പറ്റുള്ളൂ, പിന്നെ 15, പിന്നെ 20, പിന്നെ 25, ഇങ്ങനെ മെഷർ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ ഞാൻ പറയാണ്, ഒരു വാച്ച് കൊണ്ട് ഞാൻ 1 സെക്കൻഡ് മെഷർ ചെയ്തു എന്ന്. അങ്ങനെയാണെങ്കിൽ അത് എന്തായാലും ഈ വാച്ച് അല്ല. കാരണം ആ വാച്ച് വെച്ചിട്ട് മിനിമം ഇങ്ങനെ മെഷർ ചെയ്യാൻ പറ്റുള്ളൂ. അതേപോലത്തെ ഒരു കേസ് അല്ലേ ഇത്. ഈ ഒരു ഡിവൈസ് വെച്ചിട്ട് നമ്മൾ 0.0 കണ്ടിട്ട് 1.23 ഒക്കെ മെഷർ ചെയ്യുന്നുണ്ട്, 1.21 ഒക്കെ മെഷർ ചെയ്യുന്നുണ്ട്. അപ്പൊ അങ്ങനെയാണെങ്കിൽ 0.05 ആണെങ്കിൽ 5ന്റെ മൾട്ടിപ്പിൾ ആയിട്ടല്ലേ പോകുന്നുണ്ടാവുള്ളൂ. ഒരിക്കലും ഇതൊക്കെ വേണമെങ്കിൽ പോസിബിൾ ആണ്, പക്ഷെ ഇതൊന്നും ഒരിക്കലും കിട്ടില്ല. അതൊക്കെ കിട്ടാൻ കാരണം 0.01 ആണെങ്കിൽ അതിന്റെ മൾട്ടിപ്പിൾ 0.02 വരാം, 0.03 വരാം, 0.04 വരാം. അപ്പൊ ഇതിന് പ്രത്യേകിച്ച് ഇക്വേഷൻ ഒന്നുമില്ല, നോർമൽ കോമൺ സെൻസ് മാത്രമേ ഇതിന് ആവശ്യമുള്ളൂ. Therefore the option 1 is a correct answer. ഓപ്ഷൻ 1 ആണ് ഇതിന്റെ ശരിയായിട്ടുള്ള ഉത്തരം.